ഹലോ, എല്ലാവർക്കും ബയോസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ബയോളജിയുടെ മോഡൽ എക്സാമിൽ ബോട്ടണിയിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നും. അതിൻ്റെ ആൻസർ ഊഗ്യാമസ് ആയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെയും അധികം പരീക്ഷയ്ക്ക് ചോദിക്കാത്ത ഏരിയയാണിത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൽഗകളിലും ചില അക്വാട്ടിക് ഫംഗസുകളും, അതായത് ഫൈക്കോമൈസറ്റ്സ് പോലുള്ള അക്വാട്ടിക് ഫംഗസുകളിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 തരത്തിലാകാം: ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി. ആദ്യത്തെ ചിത്രം നോക്കുക. ആദ്യം കൊടുത്തിരിക്കുന്ന 2 ഗ്യാമെറ്റും ഒരേപോലെയാണ്. സൈസിലും ഷേപ്പിലും എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഇത്തരം ഗ്യാമെറ്റുകളെ മെയിലെന്നോ ഫീമെയിലെന്നോ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് +- എന്ന സിമ്പൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം നോക്കുക. 2 ഗ്യാമെറ്റും ഒരുപോലെ മോട്ടയിലാണ്, ഒരേ സൈസാണ്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലോ രണ്ടും ഒരേ സൈസാണ്, പക്ഷേ നോൺ മോട്ടയിലാണ്. ഇത്തരം ഒരേ സൈസിലുള്ള, അത് മോട്ടയിലോ അല്ലെങ്കിൽ നോൺ മോട്ടയിലോ, 2 ഗ്യാമീറ്റും മോട്ടയിലോ അല്ലെങ്കിൽ 2 ഗ്യാമീറ്റും നോൺ മോട്ടയിലോ ആകുന്ന ഇത്തരം ഗ്യാമീറ്റുകളെ ഐസോഗ്യാമീറ്റ്സ് എന്നും അവയുടെ ഫ്യൂഷനെ ഐസോഗമി എന്നും ഈ റീപ്രൊഡക്ഷനെ ഐസോഗ്യാമസ് റീപ്രൊഡക്ഷൻ എന്നും പറയാം. ഇനി അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തത് 2 ഗ്യാമീറ്റും ബോത്ത് ആർ മോട്ടൈൽ ആൻഡ് സെയിം സൈസ്. എക്സാമ്പിൾ ഓർത്തിരിക്കുക, യൂളോത്രിക്സ്. യൂളോത്രിക്സ് നാൽഗയുടെ ഗ്യാമീറ്റിൻ്റെ പ്രത്യേകത ബോത്ത് ആർ സെയിം സൈസ് ആൻഡ് മോട്ടൈൽ. എന്നാൽ സ്പൈറോഗൈറയിലാണെങ്കിലോ രണ്ടും സെയിം സൈസാണ്, ബട്ട് നോൺ മോട്ടൈലായിരിക്കും. മൂന്നാമത്തെ ചിത്രം നോക്കുക. അനൈസോഗ്യാമസ്. എന്താണ് പ്രത്യേകത? 2 ഗ്യാമീറ്റും സൈസിൽ വ്യത്യാസവും രണ്ടും മോട്ടയിലുമാണ്. ബോത്ത് ദ ഗ്യാമീറ്റ്സ് ആർ മോട്ടൈൽ ആൻഡ് ഡിഫർ ഇൻ സൈസ് ആണെങ്കിൽ അത്തരം ഗ്യാമീറ്റുകളെ അനൈസോഗ്യാമീറ്റ്സ് എന്നും അവയുടെ ഫ്യൂഷനെ അനൈസോഗമി എന്നും ആ റീപ്രൊഡക്ഷനെ അനൈസോഗ്യാമസ് റീപ്രൊഡക്ഷൻ എന്നും പറയാം. എക്സാമ്പിൾ ഓർത്തിരിക്കുക, യുഡോറിന എന്ന ആൽഗെ. ഇവിടെ നമുക്ക് മെയിൽ ഫീമെയിൽ എന്ന ഗ്യാമറ്റിനെ വേർതിരിച്ച് കാണാൻ കഴിയും. കാരണം ഇവിടെ ഫീമെയിൽ ഗ്യാമറ്റ് ലാർജും മെയിൽ ഗ്യാമറ്റ് സ്മാളുമായിരിക്കും, ബട്ട് ദേ ആർ മോട്ടൈൽ. ബോത്ത് ആർ മോട്ടൈൽ. മൂന്നാമത്തത് ഊഗമി. ഹയർ പ്ലാന്റ്സിലും അനിമൽസിലും എസ്പെഷ്യലി ഹ്യൂമനിൽ ഉൾപ്പെടെ നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ഊഗ്യാമസ് ആണ്. അതിനർത്ഥം ഫീമെയിൽ ഗ്യാമറ്റ് ലാർജ് നോൺ മോട്ടയിലും മെയിൽ ഗ്യാമറ്റ് സ്മാൾ മോട്ടയിലുമായിരിക്കും. ഇത്തരം ഗ്യാമറ്റുകളുടെ ഫ്യൂഷനെയാണ് ഊഗമി എന്ന് പറയുന്നത്. ഈ റീപ്രൊഡക്ഷനെ ഊഗ്യാമസ് എന്നും പറയാം. എക്സാമ്പിൾ ആൽഗയുടെ കേസാണെങ്കിൽ ഫ്യൂക്കസും വോൾവോക്സും ഓർത്തിരിക്കുക. ഇതേ റീപ്രൊഡക്ഷൻ മെക്കാനിസം തന്നെയാണ് ലോവർ ഫംഗസുകളായ ഫൈക്കോമെറ്റ്സിലും കാണപ്പെടുന്നത്. ഐസോഗമി, അനൈസോഗമി, ഊഗമി കാണപ്പെടുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൽഗെ എന്ന പോർഷൻ മനസ്സിലായോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.